സോ വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സോൾഡറിങ് ആണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് സോൾഡറിങ് എന്ന് പറയുന്നത്. സോ സോൾഡറിങ് എന്ന് പറയുമ്പോൾ എന്താ സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോൾഡറിങ് എന്ന് പറയുമ്പോൾ രണ്ട് മെറ്റൽസിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. സോ സിംപ്ലി സോൾഡറിങ് എന്ന് പറയുന്നത് രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കാം, അതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ വയറിംഗ്, കേബിൾ ജോയിൻസ്, ടെർമിനൽസ് ആൻഡ് PCB വർക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലെക്സ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ യൂസ് ഡ്യൂറിങ് സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലെക്സ് എന്ന് പറയുന്നതാണ്. സോ ഫ്ലെക്സ് എന്ന് പറയുന്നതാണ് ഈ സോൾഡറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. ഒരു സോൾഡറിങ് അയൺ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു സോൾഡർ ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ഡിസിമിലർ മെറ്റലിനെ എന്ത് ചെയ്യും, ജോയിൻ ചെയ്തെടുക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോൾഡർ? ഒരു സോൾഡർ എന്ന് വെച്ചാൽ ആരാണ്? സോൾഡർ ഇസ് എ ഫ്യൂസിബിൾ മെറ്റൽ അലോ വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്. അതായത് സോൾഡർ എന്ന് പറയുന്നത് ഒരു മെറ്റൽ അലോയി ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള, പെട്ടെന്ന് അലിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു എന്താണ് അലോയി ആണ്, മെറ്റൽ അലോയി ആണ് നമ്മൾ സോൾഡർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മെൽറ്റഡ് ടു ഫിൽ ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ടു മെറ്റൽസ്. ആ രണ്ട് മെറ്റൽ, നമ്മൾ വെക്കുന്ന രണ്ട് ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ള രണ്ട് മെറ്റലിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെക്കുന്ന ആളാണ് ആര്? അലോയി ആയിട്ട് വെക്കുന്ന ആളാണ് ഈ പറയുന്ന സോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോൾഡർ രണ്ട്, ഇപ്പം ഈ ഒരു പോർഷനുമാണ് രണ്ട് മെറ്റലെങ്കിൽ ഇതിന് ഉള്ളിൽ ഇവിടെ വെക്കുന്ന ഈ ഒരാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോൾഡർ ഇട്ട് ഇറ്റ് ഈസ് മെൽറ്റഡ് ടു ഫിൽ ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടു മെറ്റൽ. കോമൺ സോൾഡർ കണ്ടൈൻ ടിൻ ആൻഡ് ലെഡ്. നമ്മൾ സോൾഡറായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെയാണ്? ടിന്നിനെയും ലെഡിനെയും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾഡറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് എ സ്ട്രോങ് ആൻഡ് കണ്ടക്റ്റീവ് ജോയിൻ. ഇത് നമുക്ക് വളരെ സ്ട്രോങ് ഉള്ള എന്ത് കിട്ടുന്നുണ്ട്, ജോയിൻസ് നമുക്ക് ലഭിക്കാനായിട്ട് ഈ പറയുന്ന സോൾഡർ ഉപയോഗിക്കുന്നത് കൊണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലെക്സ് എന്താന്ന്. ഫ്ലെക്സ് എന്ന് പറയുന്നത്, ഫ്ലെക്സ് ഇസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഈസ് യൂസ്ഡ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദി സോൾഡറിങ്. അതായത് സോൾഡറിങ് സമയത്തും അതിന് മുന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഫ്ലെക്സ്. സോ ഫ്ലെക്സ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റിമൂവ്സ് ഓക്സൈഡ് ലെയർ ഫ്രം മെറ്റൽ സർഫേസ്. മെറ്റൽ സർഫേസിലുള്ള എന്തിനെ മാറ്റും, ഓക്സൈഡ് ലെയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഒഴിവാക്കി തരുന്നുണ്ട്. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ഫർദർ ഓക്സിഡേഷൻ ഡ്യൂറിങ് ഹീറ്റിംഗ്. അപ്പോൾ വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, ഫർദർ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫ്ലെക്സിനെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് സോൾഡർ സ്പ്രെഡ് യൂണിഫോംലി. അത് മാത്രമല്ല, നമ്മളുടെ സോൾഡറിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിഫോംലി സ്പ്രെഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഫ്ലെക്സ് വേണം അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് പറയാൻ കാരണം. മെറ്റൽ സർഫേസ് കണ്ടൈൻ ഡേർട്ട് ആൻഡ് ഓക്സൈഡ് കോട്ടിങ്സ്. അപ്പം അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഫ്ലെക്സ് വേണം എന്ന് പറയാൻ കാരണം നമ്മുടെ ഈ മെറ്റൽ സർഫേസിൽ എന്തുണ്ടായിരിക്കും, ഡേർട്ട് ഉണ്ടായിരിക്കും, അഴുക്കുണ്ടായിരിക്കും, അതുപോലെ ഓക്സൈഡിൻ്റെ കോട്ടിങ്സും ഉണ്ടായിരിക്കും. സോ ഓക്സൈഡ് പ്രിവെൻറ്റ് സോൾഡർ ഫ്രം സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, ആ മര്യാദയ്ക്ക് അതിനെ പ്രോപ്പർലി സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള എബിലിറ്റിയെ നഷ്ടപ്പെടുത്തും. സോ ഫ്ലെക്സ് ക്ലീൻസ് ദ സർഫേസ് കെമിക്കലി. അതുകൊണ്ട് നമ്മുടെ സർഫേസ് എപ്പോഴും എന്തായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. സോ അങ്ങനെ ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്ലെക്സ്. സോ ഇറ്റ് ഇംപ്രൂവ്സ് ജോയിൻ ക്വാളിറ്റി ആൻഡ് റെഡ്യൂസ് ദ ഡിഫക്ട്സ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡിഫക്ട്സ് കുറയ്ക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ മനസ്സിലായല്ലോ. സോ എന്താണ് സോൾഡറിങ് എന്ന പ്രോസസ്സ്, എന്തിനാണ് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്, ആൻഡ് സോൾഡർ എന്താണ്, ഇങ്ങനെ ഓരോ ടേംസും നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് മനസ്സിലാക്കണം. കാരണം ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഒരു ഫ്ലെക്സിൻ്റെ ഫങ്ഷൻ ആണ് പറയുന്നത്. അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ, മെറ്റൽ സർഫേസിനെ ക്ലീൻ ചെയ്യും, അതുപോലെ എന്താണ്, അപ്പോൾ ഇതൊക്കെ എക്സാമിന് ഓരോ പോയിന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ,
cleans metal surface, prevent oxidation during heating, and improve wetting action of solder. അത് നമ്മൾ പഠിക്കാത്തൊരു പോയിന്റ് ആണ്. സോൾഡറിന്റെ വെറ്റിംഗ് ആക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ സോൾഡർ ഫ്ലോ എന്ന് പറയുന്നതിനെ ഫാസ്റ്റ് ആക്കുക. ആൻഡ് പ്രൊഡ്യൂസസ് സ്ട്രോങ്ങർ ആൻഡ് ക്ലീനർ ജോയിൻസ്, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആൻഡ് ക്ലീനർ ജോയിൻസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം ഫ്ലെക്സിന്റെ എന്താണ്, ഓരോ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇനി ഫ്ലെക്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും ഫ്ലെക്സ് ടൈപ്പ് ഉണ്ട്, ഇതെല്ലാം വേണം. റെസിൻ ഫ്ലെക്സ്, ആസിഡ് ഫ്ലെക്സ്, പേസ്റ്റ് ഫ്ലെക്സ്, ലിക്വിഡ് ഫ്ലെക്സ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് ഫ്ലെക്സ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലെക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ഫ്ലെക്സ്. ഈ പറയുന്ന ഓക്സിഡേഷനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഈ ഫ്ലെക്സ് എല്ലാം നോക്കുക. ആൻഡ് റെസിൻ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വർക്ക്. അപ്പം ഓരോ ഫ്ലെക്സും എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. റെസിൻ ഫ്ലെക്സ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കലും അതുപോലെ ഇലക്ട്രോണിക്സ് വർക്കിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് റെസിൻ ഫ്ലെക്സ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് സേഫ് ഫോർ കോപ്പർ കണ്ടക്ടേഴ്സ്. അത് മാത്രമല്ല, കോപ്പർ കണ്ടക്ടേഴ്സിന് എന്താണ്, സേഫാണ്. ആൻഡ് നോൺ കൊറോസീവ് ഇൻ നേച്ചറാണ്. അവരെന്ന് പറയുന്നത് കൊറോസിവിറ്റി കുറഞ്ഞ ആൾക്കാരാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വയർ ജോയിൻസ് ആൻഡ് സർക്യൂട്ട് ബോർഡ്സ്. അത് കൂടുതലും നമ്മൾ വയർ ബോർഡ്, അതിലും സർക്യൂട്ട് ബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിൻ ഫ്ലെക്സ് ആയിരിക്കും. അത് കൊറോസീവ് നേച്ചർ അല്ലാത്ത, നോൺ കൊറോസീവ് ഇൻ നേച്ചറാണ്. സോ നമുക്ക് അതുകൊണ്ട് സർക്യൂട്ട് ബോർഡ്സിലും ജോയിൻസിലും കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിൻ ഫ്ലെക്സ് ആയിരിക്കും. അപ്പം ഇലക്ട്രോണിക് വർക്കുകൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ്, റെസിൻ ഫ്ലെക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഇസ് ആസിഡ് ഫ്ലെക്സ്. ആസിഡ് ഫ്ലെക്സ് എന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് ഫ്ലെക്സ് ആണ്. ആസിഡ് ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ സ്ട്രോങ് ക്ലീനിങ് ഫ്ലെക്സ് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഒന്ന് ഷീറ്റ് മെറ്റൽ, പിന്നെ പ്ലംബിംഗ് വർക്കിലൊക്കെ യൂസ് ചെയ്യും. സോ ഷീറ്റ് മെറ്റലും പ്ലംബിംഗ് വർക്ക്സിന് യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ്സ് റിമൂവ്സ് ഹെവി റസ്റ്റ് ആൻഡ് ഓക്സിഡേഷൻ. ഇത് ഹെവി റസ്റ്റും ഓക്സിഡേഷനും എന്ത് ചെയ്യും, ഒഴിവാക്കും. റസ്റ്റ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് അല്ലേ. അപ്പോൾ നമ്മൾ ആസിഡ് ഫ്ലെക്സ് എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റൽ. ഓക്കെ, ആസിഡ് ഫ്ലെക്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക, ഷീറ്റ് മെറ്റലിലും പ്ലംബിംഗ് വർക്കിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആസിഡ് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാണ്, നമുക്ക് ഹെവി റസ്റ്റ്, അല്ലെങ്കിൽ ഷീറ്റ് ആകുമ്പം അറിയാമല്ലോ റസ്റ്റ്, തുരുമ്പടിക്കുന്ന സാധ്യത കൂടുതലാണ്. സോ അങ്ങനെയുള്ളവിടെ നിന്ന് ഓക്സിഡേഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്, ആസിഡ് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇലക്ട്രിക്കൽ വയറിംഗ് ബിക്കോസ് ഇറ്റ്സ് കോസസ് കൊറോഷൻ. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വയറിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് കാരണം എന്ന് പറയുന്നത് ഇവരെന്തുണ്ടാക്കും, കൊറോഷൻ ഉണ്ടാക്കും. സോ കൊറോഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവരെവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിക്കൽ വയറിങ്ങിൽ ഇവരെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾ ഓരോ പോയിന്റായിട്ട് ഓരോ ഫ്ലെക്സിൻ്റെ ഗുണം, ഏതൊക്കെ ടൈപ്പ് ഫ്ലെക്സ് ഉണ്ട്, അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം. നെക്സ്റ്റ് പേസ്റ്റ് ഫ്ലെക്സ് ആണ്. സോ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ തിക്ക് പേസ്റ്റ് ഫോം. ഇത് കിട്ടുന്നത് ഒരു പശ രൂപത്തിൽ ആണ്, പേസ്റ്റ് ആയിട്ട്. പശയല്ല, ആക്ച്വലി മീനിങ് എന്ന് പറയുന്നത് പേസ്റ്റ് പോലെ ഇരിക്കുന്ന ഒരു ഫോമിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ബ്രഷോ സ്റ്റിക്കോ യൂസ് ചെയ്ത് എവിടെയാണോ ഏത് പ്രതലത്തിലാണോ യൂസ് ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് യൂസ്ഡ് ഇൻ വർക്ക്ഷോപ്പ് സോൾഡറിങ് ജോബ്സ്. നമ്മൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് വർക്ക്ഷോപ്പിലാണ്. സോ ഗിവ്സ് ബെറ്റർ കൺട്രോൾ ഡ്യൂറിങ് ആപ്ലിക്കേഷൻ. സോ ഇതെന്ന് പറയുന്നത് ബെറ്റർ കൺട്രോൾ നമുക്ക് ആപ്ലിക്കേഷനിൽ തരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പേസ്റ്റ് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നു. സോ ഏതൊക്കെ ഫ്ലെക്സ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. സോ ദിസ് ഇസ് തേർഡ് ടൈപ്പ് ഓഫ് ഫ്ലെക്സ്. ഇനി നമ്മൾ അടുത്ത ഫ്ലെക്സ് നോക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ലിക്വിഡ് ഫ്ലെക്സ്. ഇത് ലിക്വിഡ് ഫോമാറ്റിലിരിക്കുന്ന ഫ്ലെക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബോട്ടിൽ ഫോമിലായിരിക്കും നമുക്കിത് അവൈലബിൾ ആകുക. സോ ഇറ്റ് ഈസ് അപ്ലൈഡ് വിത്ത് എ സ്മോൾ ബ്രഷ്. അപ്പം നമ്മളൊരു ചെറിയ ബ്രഷ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രിസിഷൻ സോൾഡറിങ് ആൻഡ് സ്മോൾ ജോയിൻറ്റ്സ്. വളരെ കുഞ്ഞു ജോയിൻറ്റ്സിലും പ്രിസിഷൻ സോൾഡറിങ്, അതായത് പ്രിസിഷൻ സോൾഡറിങ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കൃത്യതയോടുകൂടി വളരെ കുഞ്ഞു പോയിന്റ്സിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ സോൾഡറിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിക്വിഡ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലോസ് ഈസിലി ഇൻ ടു നാരോ സ്പേസസ്. അതുകൊണ്ട് തന്നെ നാരോ സ്പേസ്, ലിക്വിഡ് ഫോം അല്ലേ, അപ്പം നാരോ സ്പേസിലോട്ടൊക്കെ ഈസിലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കടന്നു ചെല്ലാനായിട്ട് പറ്റും. അപ്പം അതാണ് ലിക്വിഡ് ഫ്ലെക്സ്. ഓക്കെ, ഇനി ഞാൻ സോൾഡർ
എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലെക്സ് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് സോൾഡറിങ് അയൺ ആയിരിക്കും. സോൾഡറിങ് അയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗറിൽ ഞാൻ കാണിച്ചല്ലോ ഒരു ഒബ്ജക്റ്റ് സോൾഡറിങ് അയൺ ആയിട്ട്. സോ ടൂൾ യൂസ് ടു പ്രൊവൈഡ് ഹീറ്റ് ഫോർ മെൽറ്റിംഗ് സോൾഡർ. സോൾഡറിന് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ടൂളാണ് സോൾഡറിങ് അയൺ. സോ ടൂളാണ് സോൾഡറിങ് അയൺ. ഇറ്റ് ഹാസ് ഇൻസുലേറ്റഡ് ഹാൻഡിൽ ആൻഡ് ഹീറ്റഡ് ടിപ്പ്. ഇതിനെന്തുണ്ട്? ചൂട് നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പറ്റരുത് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഹാൻഡിൽ എന്തായിരിക്കും? ഇൻസുലേറ്റഡ് ആയിരിക്കും, ചൂട് കടത്തി വിടാത്തതായിരിക്കും. അതുപോലെ ഹീറ്റഡ് ടിപ്പും ഉണ്ടായിരിക്കും. ദെൻ ദ ടിപ്പ് ട്രാൻസ്ഫേഴ്സ് ഹീറ്റ് ടു ദി ജോയിൻറ്റ്. ആ ജോയിൻറ്റിലേക്ക് ഹീറ്റ് എത്തിക്കുന്ന ആളായിരിക്കും ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് വാട്ട് റേറ്റിംഗ്സ്. ഇത് ഡിഫറെൻറ്റ് വാട്ട് റേറ്റിംഗ്സിൽ എന്താ അവൈലബിളും ആണ്. ഓക്കെ. സോ ഇത് ഓർത്ത് വെച്ചേക്കുക. സോൾഡറിങ് അയൺ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സോൾഡറിങ് അയൺ? സോൾഡറിങ് അയൺ ആണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി ഏതൊക്കെ തരത്തിലുള്ള സോൾഡറിങ് അയൺ ഉണ്ടെന്നാണ്. വൺ ഇസ് പെൻസിൽ ടൈപ്പ് സോൾഡറിങ് അയൺ, നെക്സ്റ്റ് ഇസ് ഇലക്ട്രിക്കൽ സോൾഡറിങ് അയൺ, നെക്സ്റ്റ് സോൾഡറിങ് ഗൺ ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ സോൾഡറിങ് സ്റ്റേഷൻ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇത്രയും ടൈപ്സ് ആണ് ഉള്ളത്. സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലെക്സ് പഠിച്ച പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾഡറിങ് അയൺ ഉണ്ട്. അതിൽ പെൻസിൽ ടൈപ്പ് അയൺ ആണെങ്കിൽ ഇറ്റ് ഇസ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ഹാൻഡിൽ. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് പെൻസിൽ ടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോണിക്സ് ആൻഡ് സ്മോൾ വയറിംഗ് ജോബ്സ്. ചെറിയ വയറിംഗ് ജോബ്സിനും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പെൻസിൽ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലോ പവർ കൺസെപ്ഷൻ. ഇതെടുക്കുന്ന പവർ കൺസെപ്ഷൻ എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും. സോ അതിൻ്റെ റേറ്റിംഗ് 25 വാട്ട് ടു 60 വാട്ട് ആ റേഞ്ച് ആയിരിക്കും എന്ന് പറയുന്നത് അവരുടെ റേറ്റിംഗ് എന്ന് പറയുന്നത്. സോ വൺ ഓഫ് ദ ടൈപ്പ് പെൻസിൽ ടൈപ്പാണ്. ആൻഡ് പെൻസിൽ ടൈപ്പ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് നോക്കുക. സ്മോൾ വയറിങ്സിലും ഇലക്ട്രോണിക്സിലും യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ്സ് പവർ കൺസെപ്ഷൻ ഈസ് വെരി ലോ. ഓക്കെ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് സോൾഡറിങ് ഗൺ. സോൾഡറിങ് ഗൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ്സ് ക്വിക്ലി വിത്തിൻ സെക്കൻഡ്സ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ. സോ സ്യൂട്ടബിൾ ഫോർ ഹെവി കണക്ഷൻ. നല്ല ഹെവി കണക്ഷനൊക്കെ ആണെങ്കിൽ അധിക സമയമൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് ഹീറ്റാക്കി കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സോൾഡറിങ് ഗണ്ണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ് സോൾഡറിങ് ഗൺ. അനദർ ടേം ആണ്. ഓരോ ടേമും ഓരോന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇതൊരു മറ്റൊരു ടേമാണ് സോൾഡറിങ് ഗണ്ണ്. സോ ദിസ് സോൾഡറിങ് ഗൺ ഇസ് സ്യൂട്ടബിൾ ഫോർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹെവി കണക്ഷൻ ആണ്. ആൻഡ് യൂസ്ഡ് ഇൻ റിപ്പയർ വർക്ക്. അതുപോലെ റിപ്പയർ വർക്കിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസി ട്രിഗർ ഓപ്പറേഷൻ. അത് മാത്രമല്ല ട്രിഗർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ മൈൻഡിലുണ്ടാവുക വാട്ട് ഈസ് സോൾഡറിങ് ഗൺ, വാട്ട് ഈസ് ഫ്ലെക്സ്. സോ ഇതിൽ നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്ക് വൺ ഈസ് ഫ്ലെക്സ്, പിന്നെ എന്താണ് സോൾഡർ, ആൻഡ് ഇത് സോൾഡറിങ് ഗണ്ണാണ്. നമ്മൾ നോക്കിയല്ലോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. സോ ഇതൊക്കെ നമ്മൾ എക്സാമിന് ചോദിക്കുന്ന പോയിന്റുകളാണ് കേട്ടോ. സോ അത് നോക്കി പോവുക. ഇനി ടെമ്പറേച്ചർ കൺട്രോൾഡ് അയൺ ആണെങ്കിൽ യൂസ്ഡ് വെയർ അക്യുറേറ്റ് ഹീറ്റ് ഇസ് നീഡഡ്. അതായത് ഹീറ്റ് വളരെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ടെമ്പറേച്ചർ കൺട്രോൾഡ് അയൺ. ദിസ് പ്രിവെൻറ്റ്സ് ഓവർ ഹീറ്റിംഗ് ഓഫ് കമ്പോണൻസിൻ്റെ ഓവർ ഹീറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് പറ്റും. ആൻഡ് സ്യൂട്ടബിൾ ഫോർ PCB സോൾഡറിങ്. ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ PCB സോൾഡറിങ്. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ദിസ് ടെമ്പറേച്ചർ കൺട്രോൾഡ് അയൺ എന്ന് പറയുന്നത് അക്യുറേറ്റ് ഹീറ്റ് എവിടെയാണോ വേണ്ടത് അവിടെ ഉപയോഗിക്കാനാണ്. PCB സോൾഡറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. പ്രൊഫഷണൽ ക്വാളിറ്റി ജോയിൻറ്റ്സ് നമുക്ക് ഇതുവഴി കിട്ടും. ഓക്കെ. അപ്പം നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നോക്കിയാൽ മതി. അതിൻ്റെ ഏതൊക്കെ കമ്പോണൻ്റ് ആണ് സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത്, എന്നിട്ട് അതിൽ നമ്മൾ ഓരോന്നായിട്ട് നോക്കി വരുന്നു. അത്രയേ ഉള്ളൂ. മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ സോൾഡറിങ്. ഇനി സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്? അപ്പം നമ്മൾ ഒന്ന് സോൾഡർ വയർ അല്ലേ, പിന്നെ ഫ്ലെക്സ്, പിന്നെ സോൾഡറിങ് അയൺ, പിന്നെ ഒരു ക്ലീനിങ് സ്പോഞ്ച്, പ്ലയേഴ്സ് വേണം, വയർ കട്ടർ വേണം.
ഇത്രയും ഡിവൈസസ് വേണം. ഇതിൽ നമ്മൾ പരിചയപ്പെട്ടു, ഫ്ലെക്സിനെ പരിചയപ്പെട്ടു, സോൾഡറിങ് അയണിനെ പരിചയപ്പെട്ടു. ഓക്കെ, ഇനി ബാക്കിയുള്ള കമ്പോണൻസ് കൂടി വേണം. ഇതെല്ലാം കൂടി ഉള്ളതാണ് എന്ത് പറയുന്നത്, സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, സോൾഡറിങ് എന്ന പ്രോസസ്സ് രണ്ട് ജോയിൻസിനെ രണ്ട് മെറ്റലിൻ്റെ ഒരുമിപ്പിക്കാനായിട്ട്, ജോയിൻ്റ് ആക്കാൻ വേണ്ടി, രണ്ടിനെയും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. രണ്ട് മെറ്റലിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് സോൾഡറിങ്. ആൻഡ് ആ പ്രോസസ്സിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ ആസ്കിങ് സോ മെനി ടൈംസ്, ഒത്തിരി തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ കമ്പോസിഷൻ ഓഫ് സോൾഡർ? സോൾഡറിൻ്റെ അകത്തുള്ള സോൾഡറിലെ കമ്പോണൻറ്റ് ഏതൊക്കെയാണെന്ന്. ടിന്നും ലെഡും. അത് മാത്രമല്ല, എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ റേഷ്യോ. ടിന്ന് ലെഡ്. ആൻഡ് ഈ ടിന്നും ലെഡും എത്രയാണ്? 60-40. 60-40 ഇതിൻ്റെ റേഷ്യോ വരുന്നത്. ടിന്നും ലെഡും കൊണ്ട് 60-40 എന്ത് പറയുന്നത്, ഇതിൻ്റെ റേഷ്യോ വരുന്നത്. മോർ ടിൻ ആണെങ്കിൽ ബെറ്റർ എന്ത് കിട്ടും, ഫ്ലോ കിട്ടും. ഓക്കെ, ബെറ്റർ ഫ്ലോ കിട്ടാനായിട്ട് ആര് വേണം, ടിന്ന് കൂടുതലായിട്ട് വേണം. ആൻഡ് ലെഡ് ലോവർ ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, മെൽറ്റിംഗ് പോയിന്റിനെ കുറച്ച് കളയും. ഓക്കെ, അപ്പോൾ ടിന്ന് ബെറ്റർ ഫ്ലോയ്ക്ക് സഹായിക്കുന്നു. അതുപോലെ ലെഡ് ആയ എന്താ പ്രശ്നം, മെൽറ്റിംഗ് പോയിന്റിനെ എന്ത് ചെയ്യും, ഇത് കുറയ്ക്കും. ഓക്കെ, സോ ഇത് ഓർത്ത് വെച്ചേക്കുക. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എന്തൊക്കെ കമ്പോണൻ്റ് ആണ് ആൻഡ് എത്ര റേഷ്യോയിലാണ് അതിൻ്റെ കമ്പോസിഷൻ വരുന്നത് എന്നുള്ളതും കൂടി നന്നായിട്ട് നോക്കി വെക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, റിപ്പീറ്റഡ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. സോ നോട്ട് ചെയ്യുക. ഇനി ലെഡ് ഫ്രീ സോൾഡർ, അതായത് ടിന്നിൽ നമ്മൾ പറഞ്ഞു ടിന്നും ലെഡും ആണല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ലെഡ് ഫ്രീ സോൾഡർ എന്ന് വെച്ചാൽ ടിന്നിൽ കണ്ടെയ്ൻസ് എന്താണ്, കോപ്പറോ സിൽവറോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സേഫർ ഫോർ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് ലെഡ് ഫ്രീ ആണെങ്കിൽ, സോൾഡർ ലെഡ് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ കണ്ടെയ്ൻസ് ടിന്നിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക, കോപ്പറും അല്ലെങ്കിൽ സിൽവറോ ഏതെങ്കിലും ഒന്നുണ്ടാവും. സോ അങ്ങനെ ലെഡ് ഫ്രീ ആയിരിക്കണം. അറ്റ് ഇസ് സേഫർ ഫോർ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ലെഡ് ഉണ്ടായാൽ ഇഷ്യൂ ആണ്. അപ്പോൾ ലെഡ് ഫ്രീ സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മോഡേൺ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് വേണം, ഹയർ ടെമ്പറേച്ചർ നീഡാണ്. ഹയർ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരു സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അതെന്ന് പറയുന്നത് കോപ്പറിനേക്കാളും കുറവും, അതായത് അയൺ മെറ്റൽസും കോപ്പറും ചൂടാക്കുന്നതിനേക്കാളും എന്തായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് അത്രയും വേണ്ടി വരില്ല. യൂഷ്വലി ഒരു 180 to 250 ഡിഗ്രി ഒക്കെ വരത്തുള്ളൂ. പെട്ടെന്ന് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും. സോൾഡറിങ് അയൺ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈസി മെൽറ്റിംഗ് ആയിരിക്കും. ഹെൽപ്പ് സേഫ് ജോയിനിങ് ഓഫ് വയേഴ്സ്. നമുക്കറിയാമല്ലോ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്, വയേഴ്സ് ജോയിൻ ചെയ്യിപ്പിക്കാനാണല്ലോ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോൾഡറിങ് അയൺ എന്ത് ചെയ്തോളും, പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സോൾഡറിങ് ആണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് സോൾഡർ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പാണ്. മെയിനായിട്ടും സർഫസിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്ലീൻ ആക്കി നിർത്തണം കേട്ടോ. സർഫസ് ക്ലീൻ ആയിരിക്കണം. ദെൻ ഹീറ്റ് ദ മെറ്റൽ ജോയിൻറ്റ്. ആ മെറ്റൽസിൻ്റെ രണ്ട് ജോയിൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ രണ്ട് ജോയിൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുക, ഇതിനെ എന്ത് ചെയ്യേണ്ടി വരും, ഹീറ്റ് ചെയ്യേണ്ടി വരും. ദെൻ അപ്ലൈ സോൾഡർ ടു ഹീറ്റഡ് ജോയിൻറ്റ്. ഈ ചൂടാക്കിയ ഹീറ്റഡ് ജോയിൻറ്റിലേക്ക് നമ്മൾ ആരെ കൊടുക്കുക, സോൾഡറിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ സോൾഡർ മെറ്റൽ ആൻഡ് ബോൺസ് മെറ്റൽ ടുഗദർ. അപ്പോൾ സോൾഡർ മെറ്റലും അതുപോലെ എന്ത് ചെയ്യും, സോൾഡർ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും. ഈ സോൾഡർ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റലിൻ്റെ ഇടയിൽ കൊടുക്കുവാണ്. അന്നേരം സോൾഡർ എന്ത് ചെയ്തിരിക്കും, ഉരുകി എന്ത് ചെയ്യും, ഒരു ബോണ്ട്, ആ മെറ്റലിനെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു ബോണ്ടാക്കി മാറ്റും. ഓക്കെ, ഇപ്പോൾ ഗമ്മ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. നമ്മൾ പശ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, രണ്ട് എൻഡിനെ കണക്ട് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് മെറ്റലിനെ ആണെങ്കിൽ യോജിപ്പിക്കാൻ സോൾഡർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഒഴിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, സെയിം തന്നെയാണ്.
ഇനി സോൾഡറിങ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പ്രിപ്പറേഷനാണ് സ്വിച്ച് ഓൺ സോൾഡറിങ് അയൺ. നമ്മൾ സോൾഡറിങ് അയണിനെ എന്ത് ചെയ്യണം? ഓൺ ആക്കണം. ക്ലീൻ അയൺ ടിപ്പ്, എന്നിട്ട് അയൺ ടിപ്പിനെ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. സ്ട്രിപ്പ് വയർ ഇൻസുലേഷൻ പ്രോപ്പർലി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അയൺ ടിപ്പിനെ ക്ലീൻ ചെയ്യുക. സ്ട്രിപ്പ് വയർ ഇൻസുലേഷൻ എന്ത് ചെയ്യണം? പ്രോപ്പർലി ചെയ്തിരിക്കണം. കീപ് ടൂൾസ് റെഡി. ദെൻ എന്ത് ചെയ്യാം? നമുക്ക് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ സർഫസ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ റിമൂവ്സ് റസ്റ്റ്, ഗ്രീസ്, അങ്ങനെ എന്തിരുന്നാലും എന്ത് ചെയ്യില്ല? പ്രോപ്പർ എന്ത് ചെയ്യില്ല? ജോയിനിങ് നടക്കില്ല. അപ്പം അങ്ങനെയുള്ള കമ്പോണൻസിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മാറ്റണം. എന്നാലേ നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് റിമൂവ് റസ്റ്റ്, ഗ്രീസ്, ഡസ്റ്റ്, ഓക്സൈഡ് ലെയർ, യൂസ് എമറി പേപ്പർ, ബ്ലൈഡ് ഓർ വയർ ബ്രഷ്. അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ. ദെൻ ക്ലീൻ സർഫേസ് എൻഷുവേഴ്സ് ഗുഡ് അഡ്ഹെഷൻ. നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള കഴിവ് എപ്പോഴും ക്ലീൻ സർഫസിലേ ഉണ്ടാകത്തുള്ളൂ. ഡേർട്ടി സർഫസ് ആണെങ്കിൽ എന്ത് പറ്റും? ജോയിൻറ്റ് വീക്കായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർഫസിനെ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? നീറ്റായിട്ട് തിങ്സിനെ ക്ലീൻ ചെയ്ത് വെക്കുക. ദെൻ ടിന്നിങ് ഓഫ് സോൾഡറിങ് അയൺ ടിപ്പ് എന്ന് പറയുമ്പോൾ അപ്ലൈ സ്മാൾ സോൾഡർ ഓൺ ഹോട്ട് ടിപ്പ്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ടിപ്പിലേക്ക് കുറച്ച് സോൾഡർ നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടിന്നിങ് എന്ന് പറയുന്നത്. ഓക്കെ. ടിന്നിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ലൈ സ്മോൾ സോൾഡർ ഓൺ ഹോട്ട് ടിപ്പ്. ആ ഹോട്ട് ടിപ്പിലേക്ക് സോൾഡർ കൊടുക്കുക. ആൻഡ് ദിസ് പ്രോസസ്സിനെയാണ് ടിന്നിങ് എന്ന് പറയുക. ഹെൽപ്സ് ബെറ്റർ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ഓഫ് ടിപ്പ്. ടിപ്പിൻ്റെ ഓക്സിഡേഷൻ ഇഷ്യൂ എന്ത് ചെയ്യും? ടിന്നിങ് ചെയ്യുന്നതിലൂടെ കുറഞ്ഞു കിട്ടും. മനസ്സിലായല്ലോ? സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ടിന്നിങ് എന്താണെന്നുള്ളത്. ഓക്കെ. And heating the joint. Place iron tip on both conductor. Heat joint evenly. അയൺ ടിപ്പിന് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടക്ടേഴ്സിനിടയിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഡു നോട്ട് ഓവർ ഹീറ്റ് ദ ഇൻസുലേഷൻ ആൻഡ് പ്രോപ്പർ ഹീറ്റിംഗ് എൻഷുവേഴ്സ് ഗുഡ് ഫ്ലോ. നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ല ഫ്ലോ ഉണ്ടാവും. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോൾഡർ അപ്ലൈ ചെയ്യുന്നത്. ടച്ച് സോൾഡർ വയർ ടു ഹീറ്റഡ് ജോയിൻ. സോൾഡർ എന്ത് ചെയ്യും? മെൽറ്റ് ബൈ ജോയിൻ ഹീറ്റ്, നോട്ട് ടിപ്പ് ഹീറ്റ്. allow solder to spread fully and remove solder after enough filling. ഫില്ലിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? സോൾഡറിനെ മാറ്റുന്നുള്ളൂ. ആൻഡ് കൂളിംഗ് ദ ജോയിൻ. ആഫ്റ്റർ ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ അയണില്ലേ അതിനെ നമ്മൾ റിമൂവ് ചെയ്യും. ആൻഡ് കീപ് ജോയിൻ സ്റ്റിൽ അണ്ടിൽ കൂൾ. ആ ജോയിൻ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ആ സമയത്തും കൂളായിട്ടിരിക്കണം. സോ ഡു നോട്ട് ബ്ലോ എയർ ഓർ ഷേക്ക് വയർ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അനക്കാനായിട്ട് പാടില്ല. മൂവ്മെൻറ്റ് എന്ത് ഉണ്ടാക്കും? ക്രാക്കിംഗ് ഉണ്ടാക്കും. സോ ക്രാക്കിംഗ് ഉണ്ടാക്കും വെച്ചാൽ പൊട്ടും. അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല? അതിനെ ഷെയ്ക്ക് ചെയ്യാനായിട്ട് പാടില്ല. സോ ഇത്രയുമാണ് സോൾഡറിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണെന്നുള്ളത് റിമെമ്പർ ചെയ്തെടുക്കുക. നെക്സ്റ്റ്, നല്ലൊരു സോൾഡർ ജോയിൻറ്റ് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയുന്നുള്ളതാണ് ഈ പറയുന്നത്. ഒരു ഗുഡ് സോൾഡർ ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ നമുക്കറിയാം നല്ലതാണ് എന്ന് പറയാൻ പറ്റും. സോ അതെന്ന് പറയുമ്പോൾ ബ്രൈറ്റ് ഷൈനി അപ്പിയറൻസ് ആയിരിക്കും, സ്മൂത്ത് ആൻഡ് ക്ലീൻ ഫിനിഷ് ആയിരിക്കും, അതുപോലെ സ്ട്രോങ് മെക്കാനിക്കൽ ഹോൾഡ് ആയിരിക്കും, ലോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും ആയിരിക്കും. സോ ഷൈനി അപ്പിയറൻസ് ആയിരിക്കും, അതുപോലെ തന്നെ എന്താ ക്ലീൻ ആൻഡ് സ്മൂത്ത് ഫിനിഷ് ആയിരിക്കും, അതുപോലെ മെക്കാനിക്കൽ ഹോൾഡ് സ്ട്രോങ് ആയിരിക്കും, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും അതെന്താണ്? നല്ലൊരു സോൾഡർ ജോയിൻ്റ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ. ഇനി ഒരു ബാഡ് സോൾഡർ ജോയിൻ്റ് എങ്ങനെയാണ് കണ്ടാൽ മനസ്സിലാവുക? സർഫസ് റഫ് ആയിരിക്കും, അതുപോലെ ഡൾ ഗ്രേ അപ്പിയറൻസ് ആയിരിക്കും, ആൻഡ് വീക്ക് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആയിരിക്കും, ആൻഡ് പുവർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കറണ്ട് കടത്തിവിടാനുള്ള കഴിവ് എന്ത് ചെയ്തിരിക്കും? കുറഞ്ഞിരിക്കും. ഓക്കെ. സോ അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബാഡ് സോൾഡർ ആണോ ഗുഡ് സോൾഡർ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് കാണുമ്പോൾ തന്നെ പറ്റും. ഇനി കോൾഡ് സോൾഡർ ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഹീറ്റ് മതിയായ അളവിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇൻസഫിഷ്യൻറ്റ് ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ കോൾഡ് സോൾഡർ ജോയിൻ്റ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവും. സോൾഡർ എന്ത് ചെയ്യത്തില്ല? കറക്റ്റ് അങ്ങോട്ട് ബോണ്ട് ആവത്തില്ല. അപ്പോൾ എന്ത് പറ്റും? ഡള്ളും ക്രാക്കിങ്ങും സംഭവിക്കും അല്ലേ? പൊട്ടും. സോ മസ്റ്റ് ബി റീഹീറ്റഡ് ആൻഡ് കറക്റ്റഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റീഹീറ്റ് ഒന്നുകൂടി ചൂടാക്കി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്
കോൾഡ് സോൾഡർ ജോയിന്റ്. സോ നിങ്ങൾ പഠിക്കുക സോൾഡറിങ് എന്താണ്, എത്ര ടൈപ്പ് ഓഫ് ഫ്ലെക്സ് ഉണ്ട്, ഫ്ലെക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സോൾഡറിങ് ജോയിന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനാണ് അല്ലേ ആ ജോയിന്റ്, അത് സോൾഡറിങ് അയൺ യൂസ് ചെയ്യുന്നത്, ഫ്ലെക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സോൾഡർ പ്രോസസ്സ് എന്താണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, പഠിക്കുക. അത് എളുപ്പമല്ലേ, നമുക്ക് നോക്കിയാൽ കിട്ടുന്നതാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഓവർ ഹീറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ എക്സസ് ഹീറ്റ് എന്ത് ചെയ്യും, ഇൻസുലേഷനെ ബേൺ ചെയ്ത് കളയും. സോ ഇറ്റ്സ് ഡാമേജ് ടെർമിനൽസ് ഓർ PCB ട്രാക്സ്. അതെന്ത് ചെയ്യും, PCB ട്രാക്സിനെയും അതുപോലെ ടെർമിനൽസിനെയും ഡാമേജ് ചെയ്ത് കളയും. ഫ്ലെക്സ് ബേൺസ് എവേ ക്വിക്ലി, പെട്ടെന്ന് എന്ത് ചെയ്യും, ഫ്ലെക്സ് ബേൺസ് ചെയ്യും. ആൻഡ് ജോയിന്റ് ക്വാളിറ്റി എന്ത് ചെയ്യും, കുറയ്ക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഓവർ ഹീറ്റഡ് ജോയിന്റ് ആവാൻ പാടില്ല. ഓവർ ഹീറ്റഡ് ജോയിന്റ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ എന്താണോ നമ്മുടെ എയിം ആയിരുന്നത് അത് നമുക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് അത് മനസ്സിൽ വയ്ക്കുക. ഇതാണ് ആ പ്രോസസ്സിന്റെ ഇഷ്യൂസ്, ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിലുള്ള ഇഷ്യൂസ്. ഇനി ഞാൻ ഈ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഇത്രയും ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ കോൾഡ് ജോയിന്റ്, അല്ലെങ്കിൽ ഡ്രൈ ജോയിന്റ്, അല്ലെങ്കിൽ എക്സസ് സോൾഡർ, ലെസ് സോൾഡർ, ബേൺഡ് വയർ ഇൻസുലേഷൻ. ഇത്രയും ഇഷ്യൂസും എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട്. യൂസസ് ഓഫ് സോൾഡറിങ് ഇൻ ഇലക്ട്രിക്കൽ വർക്കിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് നമുക്കറിയാം, കോപ്പർ വയേഴ്സിന്റെ കണക്ഷൻ അല്ലെങ്കിൽ ജോയിനിങ് ഓഫ് കോപ്പർ വയേഴ്സ് അല്ലെ, കോപ്പർ വയറിന്റെ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ കേബിൾ ലഗ്സിന് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ റിപ്പയറിംഗ് സ്വിച്ചസ് ആൻഡ് പ്ലഗ്സ്, അവിടെ പ്ലഗ് അതുപോലെ സ്വിച്ചിൻ്റെ ഒക്കെ റിപ്പയറിങ്ങിന് യൂസ് ചെയ്യും. ട്രാൻസ്ഫോമർ ലീഡ് കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സോൾഡറിങ് ഇലക്ട്രിക്കൽ വർക്കിൽ എവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. സോ കോപ്പർ വയർ നമുക്കറിയാവുന്നതാണ്, ട്രാൻസ്ഫോമർ മേ ബി അറിയത്തില്ലായിരിക്കും. സ്വിച്ച് ആൻഡ് പ്ലഗ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ആൻഡ് ഓൾസോ ദിസ് കേബിൾ ലഗ്സും ഓർത്ത് വെച്ചേക്കുക, എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് കേട്ടോ. ദെൻ വാട്ട് ആർ ദ യൂസസ് ഇൻ ഇലക്ട്രോണിക്സ്, അതായത് ഇലക്ട്രോണിക്സിൽ ഇതിൻ്റെ യൂസസ് എന്ന് പറയുമ്പോൾ PCB കമ്പോണൻറ്റ് മൗണ്ടിങ് ആൻഡ് സർക്യൂട്ട് റിപ്പയറിംഗ്, സ്മോൾ ടെർമിനൽ ജോയിനിങ്, ബാറ്ററി ടാബ് കണക്ഷൻസ്. ഇവിടെയൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് പാർട്ടിൽ സോൾഡറിങ് കൊണ്ടുള്ള ഉപയോഗമാണ്. നമുക്ക് ബ്രെഡ് ബോർഡ് പോലത്തെ ബോർഡൊക്കെ അറിയാം അല്ലേ, അതുപോലെ ഇലക്ട്രോണിക്സിൽ ഈ പറഞ്ഞ പോലെ PCB കമ്പോണൻറ്റ് മൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ സർക്യൂട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റിപ്പയറിങ്ങിന്, ചെറിയ ടെർമിനൽ ജോയിനിങ്ങിന്, ബാറ്ററി ടാബ് കണക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മീഡിയം യൂസ് ചെയ്യും, സോൾഡറിങ് യൂസ് ചെയ്യും. നെക്സ്റ്റ് സേഫ്റ്റി പ്രിക്വേഷൻസ് നോക്കാം. എന്തൊക്കെ സേഫ്റ്റി പ്രിക്വേഷൻ ആണ്? കീപ് ഹോട്ട് അയൺ ഓൺ സ്റ്റാൻഡ്, നെവർ ടച്ച് ഹീറ്റഡ് ടിപ്പ്, യൂസ് ഗൂഗിൾസ് ഇഫ് നീഡഡ്. അപ്പോൾ സേഫ്റ്റി പ്രിക്വേഷൻ എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഹോട്ട് അയൺ നമ്മൾ എവിടെ തന്നെ വെക്കണം, സ്റ്റാൻഡിൽ തന്നെ കീപ്പ് ചെയ്യണം. ഹോട്ട് അയൺ എന്ന് വെച്ചാൽ നമ്മുടെ സോൾഡറിങ് അയൺ ഇല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോയിന്റ് ഇല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് സ്റ്റാൻഡിൽ തന്നെ എന്ത് ചെയ്യണം, അതിനെ പ്ലേസ് ചെയ്ത് വെക്കണം. നെവർ ടച്ച് ഹീറ്റഡ് ടിപ്പ്, ഒരു കാരണവശാലും ഹീറ്റഡ് ടിപ്പ് ടച്ച് ചെയ്യാൻ പാടില്ല നമ്മൾ. അതുപോലെ ഗൂഗിൾസ് ഇഫ് നീഡഡ്, ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ച പോലെ നമ്മൾ വെക്കുന്ന ഒരു കണ്ണിൽ ആ പൊടിയോ ഒന്നും തെറിച്ചു വിടാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ് ഗൂഗിൾസ്. ആൻഡ് വർക്ക് കെയർഫുള്ളി, നേരെ വർക്ക് ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ആണ്. സോ ദിസ് ആർ ദ തിങ്സ് നമ്മൾ പ്രിക്വേഷൻ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ദെൻ ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഡിസ്കണക്ട് പവർ സപ്ലൈ ബിഫോർ റിപ്പയറിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തിരിക്കണം. ആൻഡ് യൂസ് ഇൻസുലേറ്റഡ് ടൂൾസ്, നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഇൻസുലേറ്റഡ് ആയിരിക്കണം. ആൻഡ് ചെക്ക് കോഡ് കണക്ഷൻസ് ഓഫ് അയണിൻ്റെ കോഡ് കണക്ഷൻ നമ്മൾ നോക്കണം. ആൻഡ് അവോയ്ഡ് വെറ്റ് ഹാൻഡ്സ്, അതായത് നനഞ്ഞ കൈ കൊണ്ട് തൊടാൻ പാടില്ല അല്ലേ, ഷോക്ക് ഉണ്ടാവും. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡിൽ വെക്കണം. Next is health precautions. Avoid inhaling solder fumes. Use proper ventilation. Wash hand after work. പിന്നെന്താണ്, കീപ് കെമിക്കൽസ് അവേ ഫ്രം ചിൽഡ്രൻസ്. നമ്മൾക്കറിയാമല്ലോ ഹെൽത്ത് പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത്. വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ദാറ്റ് വി ആർ ടേക്കൺ വെൽ യൂസിങ് ദിസ്, ഈ സോൾഡറിങ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഹെൽത്തി പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്. അതങ്ങനെ എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കണ്ടന്റ് ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് തന്നെയാണ്. ഡാമേജ് ടിപ്പ് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. ടിപ്പ് റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. പ്ലഗും കേബിളും തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഡ്രൈ പ്ലേസിൽ സ്റ്റോർ ചെയ്യുക.
സോൾഡറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്ന് ലോ കോസ്റ്റ് മെത്തേഡാണ് അല്ലേ. പിന്നെ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനായിട്ട് പറ്റും. ക്വിക്ക് പ്രോസസ്സാണ്. ആൻഡ് പെർമനൻറ്റ് ജോയിൻറ്റ് ഫോർ ലൈറ്റ് ഡ്യൂട്ടി വർക്ക്. ഇപ്പോൾ നമുക്ക് പെർമനൻറ്റ് ജോയിൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. വീക്ക് അണ്ടർ ഹെവി വൈബ്രേഷൻ എന്തായിരിക്കും? വീക്കായിരിക്കും. ഹീറ്റ് മേ ഡാമേജ് എന്തായിരിക്കും? കമ്പോണൻസിനെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റെക്യോ സ്കിൽ ഫോർ നീറ്റ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തും ആവശ്യമാണ്? സ്കില്ല് ആവശ്യമാണ്. സോ അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് സൈഡ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഇവയാണ്. ഓക്കെ, ഇനി വെൽഡിങ്ങും സോൾഡറിങ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, നമ്മൾ നോക്കിയിരുന്നത് സോൾഡറിങ്ങും വെൽഡിങ്ങും 2 പ്രൊസീജിയറാണല്ലോ. ആ 2 പ്രൊസീജിയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം സോൾഡറിങ് മീൻസ് എന്താണ്? ഫില്ലർ മെറ്റൽസ് ഉള്ളി, അതായത് അതിൽ ഫില്ലറായിട്ടിരിക്കുന്ന മെറ്റലിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മെൽറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ വെൽഡിങ് ആണെങ്കിൽ ബേസ് മെറ്റലിനെയും കൂടി എന്ത് ചെയ്ത് കളയും? മെൽറ്റ് ചെയ്ത് കളയും. സോൾഡറിങ് യൂസസ് ലോ ടെമ്പറേച്ചർ. അതുപോലെ സോൾഡറിങ് എന്ന് പറയുന്നത് കുഞ്ഞു ടെമ്പറേച്ചറിലായിരിക്കും യൂസ് ചെയ്യുന്നത്. വെൽഡിങ് എന്ന് പറയുമ്പോൾ സ്ട്രോങ്ങർ ജോയിൻസിനായിരിക്കും യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സോൾഡറിങ് എന്ന് പറയുന്നത് മനസ്സിലായി, എന്താണ് വെൽഡിങ് എന്നും കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ വെൽഡിങ് എന്ന് പറയുന്നതിൻ്റെയും സോൾഡറിങ് എന്ന് പറയുന്നതിൻ്റെയും ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഈ സോൾഡറിങ്ങും ബ്രേസിംഗ് എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ്. ബ്രേസിംഗ് യൂസസ് ഹയർ ടെമ്പറേച്ചർ ദാൻ സോൾഡറിങ്ങിനേക്കാളും ഹയർ ടെമ്പറേച്ചർ ആണ് ബ്രേസിംഗ് ഉപയോഗിക്കുക. ബ്രേസിംഗ് ഗിവ്സ് സ്ട്രോങ്ങർ ജോയിൻസ്. ബ്രേസിംഗ് എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ജോയിൻസ് നമുക്ക് തരും. അതുപോലെ സോൾഡറിങ് എന്ന് പറയുന്നത് വളരെ ഈസിയറും ചീപ്പറും ആണ് അല്ലേ. ആൻഡ് ക്ലീനിങ് ഓഫ് സോൾഡറിങ് ആഫ്റ്റർ എങ്ങനെയാണെന്ന് പറയുമ്പോൾ റിമൂവിങ് റിമൈനിങ് ഫ്ലെക്സ് റെസിഡ്യൂ. നമ്മൾ എന്ത് ചെയ്യും? അവിടെയുള്ള ഫ്ലെക്സിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മാറ്റും. എന്നിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലീനിങ് ലിക്വിഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഫ്ലെക്സിനെ മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്താണ്? അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാനും യൂസ് ചെയ്യും. അപ്പം നമ്മൾ എന്തിനാണ് സോൾഡറിങ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫ്ലെക്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബ്രഷ് അല്ലെങ്കിൽ ക്ലീനിങ് ലിക്വിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ്. അതുപോലെ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.